ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ചർച്ച ജോമെട്രിക്കൽ ഇൻറ്റ്യൂഷൻസ് എന്നാണ്. അപ്പോൾ കുറച്ച് ജോമെട്രിക്കൽ ഫാക്ട്സ് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉള്ളിലെ ഉദ്ദേശം. അപ്പോൾ ഈ ജിയോ മീൻസ് എർത്ത്, മെട്രി മീൻസ് മെഷർ. അപ്പോൾ ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർ ഓഫ് എർത്ത് എന്നാണ് സബ്ജക്റ്റിൻ്റെ പേരെങ്കിലും എനി കൈൻഡ് ഓഫ് മെഷർമെൻറ്റ് ഇൻ എ വിഷ്വൽ മാനർ. പിന്നെ അബ്സ്ട്രാക്ട് ജോമെട്രി ഒക്കെ ഉണ്ട്, ആൾജിബ്രായിക് ജോമെട്രി അങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ സ്കെയിലും പ്രൊട്രാക്ടറും എന്താ പറയുക മെഷർമെൻറ്റ് ഡിവൈസസ് ആണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ജോമെട്രിയുടെ വൺ ഓഫ് ദി എന്താ പറയുക യൂസ്ഫുൾ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലാൻഡ് അളക്കുക, സ്ക്വയർ ഫീറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരു ജോമെട്രിയെ കുറിച്ചൊരു നോളജ് എവരിബഡി അസ്യൂംസ് ഇഫ് യു ആർ എ പ്രോഗ്രാമർ ഫോർ ഷുവർ. ഇനി അല്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് പൈതഗോറസ് തിയറം എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് പൊതുവെ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ജോമെട്രി ഇൻ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ജോമെട്രി ഈസ് അസോസിയേറ്റഡ് വിത്ത് യൂക്ലിഡ്. അപ്പോൾ യൂക്ലിഡ് എലമെൻറ്റ്സ് എന്നുള്ളൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്, BC സംതിങ്. അപ്പോൾ യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ് ഈസ് ക്രെഡിറ്റഡ് ടു ഹാവ് എന്താ പറയുക ഇൻവെൻറ്റഡ് ആക്സിയോമാറ്റിക് അപ്രോച്ച് ടുവേർഡ്സ് ജോമെട്രി ആസ് വെൽ. അപ്പോൾ പോയിന്റ് എന്താണ്, ലൈൻ എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് എന്നൊരു സാധനമുണ്ട്, പാരലൽ പോസ്റ്റുലേറ്റ് എന്ന് പറയും. അവിടെ ഒരു എന്താ പറയുക ഹാൻഡ് വേവ് ചെയ്യോ അല്ലെങ്കിൽ ബോൾ ഫ്രം ദ ബ്ലൂ മോളിൽ നിന്ന് ഒരാശയം ഇടുന്നുണ്ട്. ആ ഫിഫ്ത്ത് പോസ്റ്റുലേറ്റ് മറ്റേ എന്താ പറയുക എല്ലായിടത്തും കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നോൺ യൂക്ലീഡിയൻ ജോമെട്രി ഉണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ ആ ഡിസ്റ്റിങ്ഷനൊന്നും ഇത് ചെയ്യുന്നില്ല. നമ്മൾ ജോമെട്രി ഇൻ ദ യൂക്ലീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ യൂക്ലീഡിയൻ സർഫസ് അല്ലെങ്കിൽ യൂക്ലീഡിയൻ സ്പേസ്. അപ്പോൾ ജോമെട്രി എക്സിസ്റ്റ് ഇൻ സ്പേസ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ ഏറ്റവും ഫെമിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു ഗ്രിഡ് ഓഫ് എന്താ പറയുക പോയിന്റ്സ് കണക്റ്റഡ് ബൈ എഡ്ജ്, അങ്ങനെ ഒരു പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൽ നമ്മൾ സെൻറ്റർ ഓഫ് ദി സ്ക്രീൻ 0 വെച്ചിട്ട് നമ്മൾ 4 ക്വാഡ്രൻ്റായിട്ട് തിരിച്ച് നമ്മൾ ജോമെട്രി ചെയ്യും. അപ്പോൾ ഈ ജോമെട്രി ആൻഡ് ആൾജിബ്ര, ജോമെട്രിയുടെ ഫാദർ യൂക്ലിഡ് ആണെങ്കിൽ ആൾജിബ്രയുടെ ഫാദർ ഡയോഫാൻഡസ് എന്ന് പറഞ്ഞ ആളാണ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ. അപ്പോൾ ഈ എന്താ പറയുക ഞാനിങ്ങനെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലും അതേമാതിരി തന്നെ പല രാജ്യങ്ങളിലും ജോമെട്രി ഇൻഡിപെൻഡൻ്റ്ലി ഉണ്ടായിരുന്നു. നമ്മൾ പൊതുവേ പഠിക്കുന്നത് യൂറോപ്യൻ ഹിസ്റ്റോറിയൻസിൻ്റെതാണ്. അപ്പോൾ വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ റെനെ ഡക്കാർട്ട് എന്ന് പറഞ്ഞ പുള്ളിയാണ് ജോമെട്രിയും ആൾജിബ്രയും കൂടി സിന്തസൈസ് ചെയ്തത്. അതായത് ഒരു സർക്കിൾ വരയ്ക്കുന്നതും x² + y² = z² എന്നുള്ള ഈക്വേഷനും ഒന്നാണ് കണ്ടുപിടിക്കപ്പെട്ടത് 1637 അപ്പോൾ റെനെ ഡക്കാർട്ട് എന്ന് പറഞ്ഞ പുള്ളി ഇങ്ങനെ ഒരു കസേരയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഈച്ച ഇവിടെ റൂമിലൂടെ പറന്നു. അപ്പോൾ ആ ഈച്ചയുടെ പൊസിഷൻ എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാമെന്ന് പുള്ളി ആലോചിച്ചപ്പോഴാണ് മറ്റേ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം കണ്ടുപിടിച്ചത്. ഇപ്പോൾ നമ്മൾ പൊതുവേ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഓഫ് 2Dയിൽ സ്കൂളിൽ തുടങ്ങി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും കണ്ട് 3D പഠിക്കും. അങ്ങനെ ആ 3Dയുടെ നോളജും കൊണ്ടാണ് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൽ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക വെക്ടർ സ്പേസ്, അഫൈൻ സ്പേസ്, യൂക്ലിഡിയൻ സ്പേസ്, പിന്നെ എന്താ പറയുക അങ്ങനെ പല സ്പേസുകളെ കുറിച്ച് പഠിക്കും. മെഷീൻ ലേണിങ്ങിലാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന സാധനം പഠിക്കും. ഇതെല്ലാം ഡോട്ട് പ്രൊഡക്റ്റ് ഉണ്ടോ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ നമ്മൾ ജോമെട്രി പറയുമ്പോൾ ഇപ്പോൾ 2D ജോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയമെൻഷൻ 2 ഡയമെൻഷണൽ ജോമെട്രി 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു. ഇനി 3D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡയമെൻഷൻ ഉണ്ട്. എക്സ് ഒരു നമ്പർ ലൈനിനെ നമ്മൾ ഇത് ചെയ്താൽ മതി. ഇപ്പോൾ ഹൊറിസോണ്ടൽ നമ്പർ ലൈൻ എക്സ്, പിന്നെ വെർട്ടിക്കൽ നമ്പർ ലൈൻ വൈ. സെഡ് നിങ്ങളുടെ അടുത്തേക്കാണോ വരുന്നത്, അത് സെഡ് നിങ്ങളുടെ എവയാണോ പോകുന്നതിനനുസരിച്ചിരിക്കും അത് ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണോ റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണോ എന്ന് പറയണേ. അപ്പോൾ സെഡ് എങ്ങനെ പ്ലേസ് ചെയ്യണം. പക്ഷേ നമ്മുടെ ബുക്സിലൊക്കെ എക്സും വൈയും പ്ലെയിനിലും സെഡ് ഒരു പെർപെൻഡിക്കുലർ വെക്ടറായിട്ടാണ് ഇത് ചെയ്യണേ. അത് ഒരു ചെറിയ ട്രാൻസ്പോസിഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിലെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ലെഫ്റ്റ് ടു റൈറ്റും വൈ ബോട്ടം ടു ടോപ്പും സെഡ് വിൽ ആക്ച്വലി പ്രൊട്രൂഡ് ടുവേർഡ്സ് യു. അപ്പോൾ ഇങ്ങനെയാണ്
റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ് ഓപ്പൺ ജിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഡയറക്ട് 3D ആണെങ്കിൽ മറ്റേ എന്താ പറയുക ലെഫ്റ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ നമുക്ക് അതിലോട്ട് അപ്പോൾ ഡയമെൻഷൻ ആണ് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ. അപ്പോൾ 0th ഡയമെൻഷൻ വിൽ ഡിസ്ക്രൈബ് എ പോയിന്റ്. അപ്പോൾ എക്സ് ആക്സിസിൽ ലെഫ്റ്റ് ടു റൈറ്റ്, അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മൾ എന്താ പറയുക കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലൈൻ. 2 ഡയമെൻഷൻ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടലി 2 ലൈനും വെർട്ടിക്കലി 2 ലൈനും വരച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ സ്ക്വയർ ഓർ എ ക്വാഡ്രിലാറ്ററൽ. പിന്നെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എക്സും വൈയും മെഷർ കോൺഗ്രുവൻ്റ് അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു റെക്റ്റാങ്കിൾ ആയിരിക്കും. ഇപ്പോൾ റോംബസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ചേർത്ത് വിളിക്കുന്നതാണ് ക്വാഡ്രിലാറ്ററൽ. ഇനി 3 ഡയമെൻഷൻ വരുമ്പോൾ ഇപ്പോൾ ഇവിടെ എൻ്റെ ഇതിൽ എന്താ പറയുക റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതായത് വ്യൂവറിലോട്ടാണ് Z പ്രൊജക്റ്റ് ചെയ്തേക്കണേ, അല്ലെങ്കിൽ പ്രൊട്രൂഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ചെയ്യുന്നത്. 4th ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ 4 ഡയമെൻഷണൽ ക്യൂബ് അഥവാ ടെസറാക്ട് എന്ന് പറഞ്ഞ ഷേപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഓറൽസ് ഒക്കെ 4 ഡയമെൻഷൻ നമ്മൾ പറയാറുണ്ട്, റിലേറ്റിവിറ്റി ഒക്കെ വരുമ്പോൾ സ്പേസ് ടൈം എന്ന് പറയും. സ്പേസും ടൈമും കൂടി ഒരു ഇമേജ് ഒരു 3D സ്പേസിൻ്റെ 2D പ്രൊജക്ഷൻ ആയിരിക്കും. അപ്പോൾ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒരു Z ഓർഡർ വെച്ചിട്ട് സ്റ്റാക്ക് ഓഫ് ഇമേജസ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് ഡയമെൻഷൻ. ഓക്കെ, അപ്പോൾ ഈ 5 ഡയമെൻഷനും വന്നാൽ എന്ത് ചെയ്യും, 10 ഡയമെൻഷനും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡെപ്പിക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു ഒലാബ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ബുക്കിൽ കണ്ടതാണ്. ഇതിപ്പോൾ 6 ഡയമെൻഷനുള്ള ഒരു ഡാറ്റയാണ്. അപ്പോൾ ഇത് നമുക്കിതിപ്പോൾ അവേഴ്സ് ആണെന്ന് വിചാരിക്കുക, 24 ഡിവൈഡ് ചെയ്യും, 24 ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഡേ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇത് 31 ഉണ്ടാവും, 31. അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇത് 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 6 ഡയമെൻഷനൊക്കെ കാണിക്കാൻ ശരിക്കും പറ്റില്ല. അതായത് കാർട്ടീഷ്യൻ മെറ്റഫോർ വെച്ചിട്ട് പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രേസിനെയാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പോയിന്റ് വരയ്ക്കാം. അപ്പോൾ ഈ വാട്ട് എവർ അരിത്തമാറ്റിക് യു ഡു ഇൻ 2D ആൻഡ് 3D ഇറ്റ് ഡസ് എക്സ്ട്രാപ്പുളേറ്റ് ടു n ഡയമെൻഷൻ ആസ് വെൽ. അപ്പോൾ ഈ മെഷീൻ ലേണിങ്ങും ഹൈപ്പർ സ്പേസും ഒക്കെ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വെർട്ടിക്കൽ കോളം കോണ്ടിനെൻസ് ആണെന്ന് വിചാരിക്കുക, മറ്റേത് റീജിയൺ ആയിരിക്കും രണ്ടാമത്തത്. അപ്പോൾ അവിടെ പിന്നെ മൂന്നാമത്തത് ചിലപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺട്രി ആയിരിക്കും. പിന്നെ അങ്ങനെ നമുക്ക് ഈ എന്താ പറയുക n ഡയമെൻഷനൊക്കെ കൂളായിട്ട് നമുക്ക് മോഡൽ ചെയ്യാം. ഇപ്പോൾ ലോജിക്കൽ ഡയമെൻഷനെ കുറിച്ചാണ് ഇപ്പോൾ മെഷീൻ ലേണിങ്ങും എന്താ പറയുക ഈ മെഷീൻ ലേണിങ് അങ്ങനെയാണ് എടുക്കുന്നത്. അല്ലാതെ കാർട്ടീഷ്യൻ മെറ്റഫോർ 3 ഡയമെൻഷൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ 4 ഡയമെൻഷണൽ ക്യൂബാണ് കാണിച്ചത് ടെസറാക്ട്. അപ്പോൾ ഇതാണ് ഈ ഡയമെൻഷൻ എന്നുള്ള ഇതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ അടുത്തത് നമുക്ക് പ്ലാറ്റോണിക് സോളിഡ്സ് എന്താണെന്ന് പഠിക്കാം. അതായത് ഈ 5 പ്ലാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക് ഒക്കെ എഴുതിയ ഒരു ഐഡിയലിസ്റ്റ് ഫിലോസഫറാണ്. അപ്പോൾ പുള്ളി 4 ഫേസസ് ഉള്ള, 6 ഫേസസ് ഉള്ള, 8 ഫേസസ് ഉള്ള, 12 ഫേസസ് ഉള്ള, 20 ഫേസസ് ഉള്ള 5 ഫിഗേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ
ടെട്രാഹെഡ്രൻ എന്ന് പറയും. എന്താ പറയുക, 4 ഫേസസ് ഉള്ള ഒരു ഫിഗറാണ്. ക്യൂബ് ആകുമ്പോൾ നിങ്ങൾക്കറിയാം 6 ഫേസ് ഉണ്ട്. മറ്റേ എന്താ പറയുക, ഈ ഒക്ടാഹെഡ്രൺ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം 8 ഫേസ് ഉണ്ട്. ഡോഡക്കാഹെഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഡെക്കാഹെഡ്രൺ എന്നൊരു ഷേപ്പ് ഉണ്ടെങ്കിൽ 10. ഡോഡക്കാഹെഡ്രൺ എന്ന് പറഞ്ഞാൽ ഡുവോ എന്നുള്ളതായിരിക്കും, ഡിഒ, അതായത് 12. പിന്നെ ഈ എന്താ പറയുക, ഐക്കോസാഹെഡ്രൺ എന്ന് പറഞ്ഞ സാധനം 20. അപ്പോൾ ഇത്രയും ഫേസസ് ഉള്ള 5 പ്ലാറ്റോണിക് സോളിഡ്സ് ഇത് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ അതിന് മുമ്പ് ഞാൻ ഇത് കാണിക്കാൻ വിട്ടുപോയി. അതായത് ഒരു റോംബസ്, ഒരു ക്യൂബ്, ഒരു ടെസറാക്ട്. ഇപ്പം ടെസറാക്ട് ഇങ്ങനെയാണ് എന്താ പറയുക ഇരിക്കുന്നത്, 4 ഡയമെൻഷണൽ ക്യൂബ്. അതായത് ഈ ഫിഗറാണ് ടെസറാക്ട്. അപ്പോൾ ഈ പോളിഗൺ, അതായത് ടെട്രാഹെഡ്രൺ, ക്യൂബ്, ഒക്ടാഹെഡ്രൺ, ഡോഡക്കഹെഡ്രൺ, ഐക്കോസാഹെഡ്രൺ, ഈ ട്യൂബിന് അല്ല ഓരോ ഷേപ്പിനും 4 ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെട്രാഹെഡ്രൺ 4 ഷേപ്പ് ഉണ്ട്, അല്ല 4 വെർട്ടിസസ് ഉണ്ട്. വെർട്ടിസസ് എന്ന് പറഞ്ഞാൽ പോയിന്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്. എഡ്ജസ് എന്ന് പറഞ്ഞാൽ ലൈൻ സെഗ്മെന്റിനെ ഉദ്ദേശിക്കുന്നത്. ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് പോളിഗൺ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ടെട്രാഹെഡ്രണിന് ഒരു 3 പോയിന്റ്സ് കൂടുമ്പോൾ ഒരു ഫേസ് വരും. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ പ്ലാനാർ, കോപ്ലാനാർ അങ്ങനെയൊക്കെ പറഞ്ഞ ഇതുണ്ട്. ഇപ്പൊ ട്രയാങ്കിൾ എന്തുകൊണ്ട് 3D ഉപയോഗിക്കുന്നത്, ഇതിൻ്റെയൊക്കെ ക്ലൂ ഇതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ ഇതിവിടെ നോക്കേണ്ട വെച്ചാൽ ഓയിലേഴ്സ് ഐഡന്റിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്, ഒരു പ്ലാറ്റോണിക് സോളിഡ് അല്ലെങ്കിൽ. അപ്പൊ അതിന് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിസസ് മൈനസ് എഡ്ജസ്, നമ്പർ ഓഫ് എഡ്ജസ് പ്ലസ് ഫേസസ് എപ്പോഴും 2 ആയിരിക്കും. ഇപ്പൊ നമുക്ക് സേ ഐക്കോസാഹെഡ്രൺ എടുക്കാം. 12 മൈനസ് 30, അപ്പൊ -12 ആണ്. അല്ല എന്താ പറയുക, വെർട്ടിസസ് 12 ആണ്. 12 മൈനസ് 30, അപ്പോൾ -18 ആണ്. -18ൻ്റെ കൂടെ 20 ആഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. ഇനിയിപ്പോൾ ക്യൂബ് ആണെങ്കിൽ 8 മൈനസ് 12 പ്ലസ് 6 2 ആയിരിക്കും. ഇതൊരു എന്താ പറയുക, ടെസറാക്ട് എന്താണ്, ഡയമെൻഷൻ എന്താണ്, പ്ലാറ്റോണിക് സോളിഡ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മൾ പൊതുവെ 2Dയിൽ നമ്മൾ റീസൺ ചെയ്യുന്നത് എന്താ പറയുക, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലാണ്. അതായത് എ പോയിന്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എക്സ്, വൈ. ഒരു ഓർഡേർഡ് പെയറിനെയാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. എന്ന സ്ഥാനത്ത് നമുക്ക് അതേ പോയിന്റിനെ തന്നെ റേഡിയസും ആംഗിളും വെച്ച് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനെ പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ 6 തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ എക്സ് വൈ എങ്ങനെ കാണും? അതായത് ഈ നമ്മൾ പൈതഗോറസ് തിയറം നമുക്കറിയാമെങ്കിൽ നമുക്ക് കൂളായിട്ട് അത് അറിയാൻ പറ്റും. അതായത് എക്സ് എന്നുള്ളത് ആർ കോസ് തീറ്റയും വൈ എന്നുള്ളത് ആർ സൈൻ തീറ്റയാണ്. അപ്പോൾ ഈ x² + y² = r² എങ്ങനെ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നോക്കിയാൽ മതി. ഈ x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r² cos² തീറ്റയാണ്, y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r² sin² തീറ്റയാണ്. അപ്പോൾ ഈ x² + y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റയാണ്. r² ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ cos² തീറ്റ പ്ലസ് sin² തീറ്റ, നമ്മളെല്ലാ 8ാം ക്ലാസ് പഠിച്ച ആൾക്കാർക്ക് അറിയാം. sin² തീറ്റ പ്ലസ് cos² തീറ്റ 1 ആണ്. അപ്പൊ x² + y² ട്രൂ ഈസിക്കൽ ടു ശരിക്കും പറഞ്ഞാൽ r² ഇൻറ്റു cos² തീറ്റ പ്ലസ് sin² തീറ്റയാണ്. ഇപ്പൊ cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 ആയാലേ ആ ഐഡന്റിറ്റി ശരിയാവുള്ളൂ. അതുകൊണ്ട് അത് 1 ആണ് നമുക്ക് ആൾറെഡി അറിയാം. അപ്പൊ നമുക്കത് ഇഗ്നോർ ചെയ്യാം. അതാണ് ഈ x² + y² = r² എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഇപ്പോൾ അഡ്ജസൻറ്റ് സൈഡാണ്. ഇപ്പൊ ഒറിജിൻ ആണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് y ആണ്, മറ്റേ എക്സ് y/x ആണ് ടാൻ തീറ്റ. അപ്പോൾ തീറ്റ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് y/x എന്ന് പറയും, അല്ലെങ്കിൽ ആർക്ക് ടാൻ എന്ന് പറയും. ഈ എ ടാൻ എന്നൊക്കെ പറഞ്ഞ ഫങ്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആർക്ക് ടാൻ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പറയുക, ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നിന്ന് പോളാർ കോർഡിനേറ്റ്സിലോട്ടും പോളാർ കോർഡിനേറ്റ്സിൽ നിന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലോട്ട് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അത് y/r ആണ്. എന്ത് മറ്റേ
ഈ സൈൻ തീറ്റ അത് നോക്കിയാൽ അറിയാം. കാരണം y/r = സൈൻ തീറ്റ ആണ്, അല്ലെങ്കിൽ y = r സൈൻ തീറ്റ ആണ്. ഇനിയിപ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x/r ആണ്, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/x ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈനും കോസും ടാനും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇൻവേഴ്സും ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി സ്കൂളിലൊക്കെ ആൾക്കാർ പഠിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ സിൽവർ ടീ കപ്സ് അല്ലെങ്കിൽ ഓൾ സ്റ്റുഡൻസ് ടേക്ക് കാൽക്കുലസ്. അപ്പോൾ ASTC ഫസ്റ്റ് ക്വാഡ്രന്റ്, അതായത് ഈ ക്വാഡ്രന്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഇത് ചെയ്യണേ. എന്താ പറയുക, A ആണ് എന്താ പറയുക ഓൾ ആർ പോസിറ്റീവ്, അതായത് എല്ലാ ഇപ്പോൾ സൈൻ തീറ്റ ആണെങ്കിലും കോസ് തീറ്റ ആണെങ്കിലും ടാൻ തീറ്റ ആണെങ്കിലും കോട്ടാൻജൻ്റ് ആണെങ്കിലും സീക്ക് ആണെങ്കിലും കൊസീക്കൻ്റ് ആണെങ്കിലും എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. എന്ന സ്ഥാനത്ത് എന്താ പറയുക, ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ ഇൻവേഴ്സ് പോസിറ്റീവ് ആയിരിക്കും. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവ് ആയിരിക്കും. ഫോർത്തിൽ കോസും അതിൻ്റെ ഇൻവേഴ്സ് അതായത് സീക്കും ഇതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആംഗിൾസും അതിൻ്റെ സൈനൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഇതെങ്ങനെ 3D ചെയ്യാമെന്നുള്ളതാണ്. ഇവിടെയാണ് റെനെ ഡെക്കാർട്ട് എന്ന് പറഞ്ഞ പുള്ളി 1637 പുള്ളിയുടെ റൂമിലിരിക്കുമ്പോൾ ഒരു ഈച്ച പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈച്ചയുടെ പാത്ത് പുള്ളി ട്രേസ് ചെയ്തപ്പോൾ എങ്ങനെ ഈച്ചയുടെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാമെന്ന് പുള്ളി ചിന്തിച്ചപ്പോഴാണ്, അതായത് ഒരു എന്താ പറയുക ഏതെങ്കിലും ഒരു റൂമിൻ്റെ കോർണർ ഒറിജിനായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ എന്താ പറയുക എങ്ങനെ പുള്ളിക്ക് അത് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് 3 കോർഡിനേറ്റ്സ് വേണം എന്നുള്ളത് പുള്ളി കണ്ടുപിടിച്ചു. ഇങ്ങനെയാണ് എന്താ പറയുക കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് 3D ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പോൾ Z 0 ആയി കഴിഞ്ഞാൽ XY പ്ലെയിൻ കിട്ടും. അപ്പോൾ ഈ നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് XYZ കിട്ടും. നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക സ്പെറിക്കൽ കോർഡിനേറ്റ്സ് ആയിട്ടും നമുക്കിതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റോ എന്ന് പറഞ്ഞ സാധനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഈ റേഡിയസ് ആണ്, ഓക്കെ, ഓഫ് ദി ക്യൂബാണ്. എന്താ പറയുക അപ്പോൾ തീറ്റ എന്നുള്ള സാധനം, അതായത് P എന്ന് പറഞ്ഞ പോയിന്റാണ് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രൊജക്ഷൻ ആണ്, അതായത് ടു എന്താ പറയുക XY ഇതിൽ പ്ലെയിൻ ചെയ്യുമ്പോൾ ആ ഇതിൻ്റെ ആംഗിളാണ് തീറ്റ. അപ്പോൾ പിന്നെ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P എന്ന് പറഞ്ഞ പോയിന്റ് X ആക്സിസിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ആംഗിളാണ് എന്താ പറയുക ഈ ഇപ്പോൾ എന്താ പറയുക പെർപെൻഡിക്കുലർ വെക്ടർ ഫ്രം P to Q എക്സിലോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്നും മറ്റേ സെഡിലോട്ട് P പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഫൈ എന്നും പറയും ആ ആംഗിളിനെ. അപ്പോൾ ഈ നിങ്ങൾക്ക് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ, അതായത് റേഡിയസ് കൊടുക്കണം, തീറ്റ കൊടുക്കണം, ഫൈ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് R സൈൻ തീറ്റ കോസ് ഫൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് X കിട്ടും. Y കിട്ടണമെങ്കിൽ R സൈൻ തീറ്റ സൈൻ ഫൈ ആയിരിക്കും. മറ്റേ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, അതായത് ഈ നമ്മൾ പോളാർ കോർഡിനേറ്റ്സിൽ ഈ എന്താ പറയുക, പക്ഷെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ X = R കോസ് ഫൈ സൈൻ തീറ്റ എന്ന് ഇട്ടാൽ മതിയായിരുന്നു, മനസ്സിലായില്ലേ? Y = R സൈൻ ഫൈ. അപ്പോൾ ഫൈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോളാർ കോർഡിനേറ്റ്സ് തന്നെയാണ് ഈ സാധനം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് x² + y² കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ z² ആഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്, അപ്പോൾ ആൾറെഡി അറിയാം x/r ആണ്. ഇപ്പോൾ ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y/x ആണ് നമുക്ക് നേരത്തെ, അതായത് പ്രീവിയസ് സ്ലൈഡിൽ നിന്ന് നമുക്ക് ആൾറെഡി അറിയാം. അപ്പം അങ്ങനെ അതാണ് ഈ എന്താ പറയുക സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ എർത്ത്, അറ്റ്ലസ് ഇതൊക്കെ മോഡൽ ചെയ്യുമ്പോൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഇസ് എ വെരി ഗുഡ് മെത്തേഡ് ടു ഡെപിക്റ്റ് റീജൻസ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി അതേമാതിരി തന്നെ ഒരു വേറൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് മറ്റേ എന്താ പറയുക ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് അവിടെ പറയാം. അപ്പോൾ അവിടെ വേണ്ടത് റേഡിയസ് വേണം ആസ് യൂഷ്വൽ. മറ്റുള്ളത് റോ എന്നാണ് പറഞ്ഞിരുന്നത്. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക പ്രൊജക്റ്റ് ചെയ്ത ലൈനിനെ ഇപ്പോൾ അതായത് ഇപ്പോൾ എന്താ പറയുക
ആ പോയിന്റിന്റെ പെർപെൻഡിക്കുലർ ലൈൻ x5ലേക്ക് ഇത് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക എത്ര ആംഗിൾ സബ്റ്റെൻഡ് ചെയ്യുന്നതാണ് തീറ്റ വരുന്നത്. പിന്നെ Z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടർ ആണല്ലോ. അപ്പോൾ സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആംഗിളും ഒരു റേഡിയസും ഹൈറ്റും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം കിട്ടും. ഇവിടെ എങ്ങനെയാണ് ഈ എന്താ പറയുക കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എങ്ങനെയാക്കാം തിരിച്ചുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇൻ പ്ലെയിൻ പഠിച്ചു, പോളാർ കോർഡിനേറ്റ്സ് പഠിച്ചു, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഇൻ സ്പേസ് പഠിച്ചു, പിന്നെ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചു, വേർ എ പോയിന്റ് ഈസ് ഡെപിക്റ്റഡ് ബൈ 2 ആംഗിൾസ് ആൻഡ് എ റോ. ഇനി ഇപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോയിന്റ് ഈസ് സ്പെസിഫൈഡ് ബൈ ഒരു ആംഗിൾ എക്സ് ആക്സിസിലോട്ട് എന്ത് സബ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് അത് ചെയ്തത്. പിന്നെ എന്താ പറയുക Z ഹൈറ്റ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കിള്, അതായത് ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റം എത്ര Z ഉണ്ടോ അത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കണ മാതിരി കണ്ടാൽ മതി. അപ്പോൾ ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനും കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും അത് തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുലാസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇപ്പം നമ്മൾ ജോമെട്രിക്കൽ ഇൻറ്റ്യൂഷൻ കൂട്ടുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഡയമെൻഷൻസ് എന്താന്ന് നോക്കി. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. നമ്മളിപ്പോ വെർട്ടെക്സ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഗ്രാഫിക്സ് റിലേറ്റഡ് ആണ്. ഇപ്പൊ വെർട്ടെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടാണല്ലോ 2D വരച്ചു തുടങ്ങുന്നത്. അപ്പൊ അതേപോലെ 3D ജോമെട്രിയിലും അത് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒരു സ്മോളസ്റ്റ് യൂണിറ്റ് ഡ്രോബിൾ യൂണിറ്റ് അങ്ങനെ പറയാൻ പറ്റും. അല്ല, വെർട്ടിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോളിഗന്റെ ഒരു പോയിന്റിനെയാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. സെറ്റ് ഓഫ് വെർട്ടിസസ് ആണ് ഒരു ക്ലോസ്ഡ് ഫിഗറിനെയാണ് പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു പോയിന്റിനെയാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വെർട്ടെക്സ് കൂടി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കോപ്ലാനർ ഫിഗറിനെയാണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഒരു ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വെർട്ടസസ് കൂടിയതായിരിക്കും, പക്ഷെ അത് സെയിം പ്ലെയിനിൽ വന്നുന്നില്ല. 3 പോയിന്റ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്ലെയിനെ യൂണിക്കലി ഡിഫൈൻ ചെയ്യും. ഞാൻ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ, അതായത് നമ്മളൊരു 3D ഒബ്ജക്റ്റ് അല്ലെങ്കിൽ 2D ഒബ്ജക്റ്റ് ഒക്കെ മോഡൽ ചെയ്യുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ഈ പറഞ്ഞ ട്രയാങ്കിൾ അത് വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ ഒരു വെക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇൻ സ്പേസ് ആയിരിക്കും. അപ്പോ ഈ വെർട്ടെക്സ് എഡ്ജസ് എങ്ങനെ എഡ്ജ് കണക്ട് ചെയ്യണം, എങ്ങനെ ഫേസ് ഡിഫൈൻ ചെയ്യും, പിന്നെ അതിന് എങ്ങനെ ടെക്സ്ചർ കൊടുക്കും, അങ്ങനെയാണ് മിക്ക ഫയൽ ഫോർമാറ്റ്സും കിടക്കുന്നത്. അപ്പൊ അതൊരു 3D ഇതിൽ തന്നെ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്, 2D 3D ഉണ്ടാവില്ല. അല്ല, 2Dയില് 2 തരം ഗ്രാഫിക്സ് ഉണ്ടല്ലോ, വെക്ടർ ഉണ്ട്, റാസ്റ്റർ ഉണ്ട്. വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയിന്റ്സ് ഇപ്പൊ എന്താ പറയുക, അഡോബ് ഇലിസ്ട്രേറ്റർ ഒരു വെക്ടർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ draw.io ഒക്കെ. എന്ന സ്ഥാനത്ത് പെയിന്റ് ഒരു റാസ്റ്റർ ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ. വെക്ടർ സപ്പോർട്ട് ഉണ്ടായില്, പക്ഷെ വൺസ് നിങ്ങൾ റാസ്റ്ററൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഈ പറഞ്ഞ നമ്മൾ ഇന്ന് നോക്കിയേക്കുന്ന ഒരു ജോമെട്രിക് തിങ്കിങ് ഉണ്ടെങ്കിൽ അത് ഹെൽപ്പ് അങ്ങനത്തെ ഒരു പ്രോഗ്രാം എഴുതാൻ ഹെൽപ്പ് ചെയ്യാൻ. തീർച്ചയായും നിങ്ങളിപ്പോ ഈ എന്താ പറയാ പൈതഗോറസ് തിയറം എന്താന്ന് നോക്കും. പ്രൊസീജിയർ iOS പ്രോജക്റ്റ് ഉണ്ടായില്ല, അപ്പൊ അതില് ഈ പറഞ്ഞ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? ഷുവറായിട്ട് എന്റെ ഫസ്റ്റ് iOS പ്രോജക്റ്റിൽ ഒരു ചെയർ സൈഡ് എഡ്യൂക്കേഷൻ ടൂൾ ആയിരുന്നു. അപ്പോൾ അതിലൊരു ഓവർലേ എഡിറ്റർ ചെയ്തില്ലായിരുന്നു മണി. അപ്പോൾ കോർ ഗ്രാഫിക്സ് വെച്ചിട്ടാ ചെയ്തത്. അപ്പൊ അതില് അഫൈൻ ട്രാൻസ്ഫോമും 2D ആയിരുന്നു കേട്ടോ, 3D എഡിറ്റർ ആയിരുന്നില്ല. വെബ്ജിയിലൊന്നും ഉപയോഗിച്ചില്ല, വെബ്ജിയിലല്ല ഓപ്പൺ ജിയിൽ ES ഒന്നും ഉപയോഗിച്ചില്ല. ഞാൻ എന്റെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു, പക്ഷെ അത് ചോദ്യമേ തെറ്റെന്ന് തോന്നുന്നു. സാറേ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഇതിലാണ് യൂസ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു പോയിന്റ് ഇൻ സ്പേസ് ഇത് ചെയ്യണം. നിങ്ങൾക്ക് ഇപ്പോ എന്താ പറയാ പനോരമിക് വിഷൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നമുക്ക് വ്യൂ പോയിന്റ് ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പറ്റുന്ന ഒരു അതായത് ഒരു സ്പിയറിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഒരു ഇമേജ് പ്രൊജക്ട് ചെയ്യാം ടെക്സ്ചർ ആയിട്ട്. മനസ്സിലായില്ലേ?
അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഇപ്പൊ എന്താ പറയാ, ഇത് കൂടുതൽ ഇത് മാത്തമാറ്റിക്സ് ബുക്സിലാണ് കാണുന്നത് ഇവിടെ കിട്ടിയ. പിന്നെ ഉണ്ട് കേട്ടോ, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ റേ ട്രേസിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ എഴുതാന്ന് വെച്ചോ, ടാൻജന്റ് നോർമലൊക്കെ കാണണം, മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഡിഫറൻഷ്യൽ ജോമെട്രിയുടെ ടെറിട്ടറിയിൽ വരും അത്. അത് പിന്നെ നോൺ ന്യൂഡിക് അങ്ങനെ പല ഇപ്പൊ നിങ്ങൾക്ക് ഒരു പോയിന്റ് നീഡ് നോട്ട് ബി എക്സ് വൈ ഇസെഡ് എന്ന് ഞാൻ പറഞ്ഞു വരുന്നുള്ളൂ, മനസ്സിലായോ? അതായത് മാത്തമാറ്റിക്സ് ഇസ് വെൽ ഡിഫൈൻഡ് ഫോർ പോയിന്റ് ആസ് അപ്ലൈഡ് ടു സ്പിയർ ഓർ ഹെമിസ്പിയർ. ഹെമിസ്പിയർ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ട് മാത്രമുള്ള സ്പിയർ. ഇപ്പൊ ഡോം റെൻഡറിങ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് ടു സൈഡഡ് ലൈറ്റിംഗ് വെച്ചിട്ട് നിങ്ങൾ എന്താ പറയാ, ഈ സർക്കസ് കൂടാരത്തിൽ ഇരിക്കുന്ന എഫക്റ്റ് ഒക്കെ കിട്ടും. അതാണ് അതിന്റെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എന്താ പറയാ കാൽക്കുലസ് ഈ +2 വരെ പഠിച്ചിട്ടുള്ള ആർക്കും ഈ ഒഴിച്ചുകൂടാനാവാത്തൊരു ചോദ്യമാണ് ഫൈൻഡിങ് മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ മിനിമയെ എക്സ്ട്രീമം അല്ലെങ്കിൽ എക്സ്ട്രീമ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ ഉള്ള വരുന്നത്. അപ്പോൾ ഇതിപ്പോ ഒരു കാൽക്കുലസ് ഓഫ് 1 വേരിയബിൾ ആണ്. y = f(x) എന്നുള്ളൊരു ഫംഗ്ഷന്റെ കർവ് ആണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആയിരിക്കണമെങ്കിൽ അവിടെ ലിമിറ്റ് ഉണ്ടായിരിക്കണം, അവിടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മിക്ക ഫങ്ഷൻസിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൾട്ടിപ്പിൾ പോയിന്റ്സിൽ ഫംഗ്ഷന് ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ ഒരു എന്താ പറയുക ഗ്ലോബൽ മാക്സിമയാണോ ലോക്കൽ മാക്സിമയാണോ നമുക്ക് മറ്റേ എന്താ പറയുക ഗ്ലോബൽ മാക്സിമയാണോ ഗ്ലോബൽ മിനിമമാണോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫംഗ്ഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കും, അതായത് സോൾവ് ചെയ്യും ആ ഈക്വേഷനെ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം അത് ലോക്കൽ മിനിമയാണെന്നാണ്. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ് ഇവിടെ, അങ്ങനെയാണെങ്കിൽ അത് ലോക്കൽ മാക്സിമം ആണ്. സാഡിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് 0 ആയിരിക്കും, അതായത് അവിടെ കർവ് ഫ്ലാറ്റൻ ചെയ്യുന്നു. അപ്പോൾ ഇത് 1 വേരിയബിൾ ഉണ്ട്, മെനി വേരിയബിൾ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ എന്താ പറയുക ഇങ്ങനെ ഒരു ജോമെട്രിക് ഫിഗർ കാണുമ്പോൾ ഇതാണ് ഇതിന്റെ പുറകിലുള്ള സാധനം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കാൽക്കുലസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ ഫംഗ്ഷൻ ഷുഡ് ബി ട്വൈസ് ഡിഫറൻഷ്യബിൾ, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പലപ്പോഴും എന്താ പറയുക ലീനിയർ റിഗ്രഷനിലൊക്കെ എറർ ഫംഗ്ഷൻസ് ഒക്കെ ക്വാഡ്രാറ്റിക് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് ആക്കി കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്, യുണീക്ക് മിനിമം ഉണ്ടാവും. അത് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മൾ കണ്ടപ്പോൾ ഈ കർവ് ഇപ്പോൾ ഇതിനു കൂടി എലങ്ങേറ്റഡ് ആണ്. ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് ഇത് യുണീക്ക് ആയിരിക്കും. അപ്പോൾ എന്താ പറയുക ഒരു ക്വാഡ്രാറ്റിക് കർവാണിത്. അപ്പോൾ അതിന് ഒരു മിനിമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു തിരിച്ചിടാണെങ്കിൽ ഒരു മാക്സിമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യുണീക്ക് മാക്സിമം അല്ലെങ്കിൽ മിനിമം ഉള്ളത് കൊണ്ട് എന്താ പറയുക ഈ പാരബോളിക് ഫങ്ഷൻസ് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഫങ്ഷൻസ് വെൽ ബിഹേവ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ കാണുമ്പോൾ മീൻ സ്ക്വയർ ഡീവിയേഷൻ കാണുന്നത്, അല്ലെങ്കിൽ മെഷീൻ ലേണിങ്ങിലൊക്കെ ഇതിനു വേണ്ടിയാണ്. അല്ലാതെ ഇപ്പോൾ നെഗറ്റീവ് ഒഴിവാക്കാനാണെങ്കിൽ മീൻ ആബ്സല്യൂട്ട് ഡീവിയേഷൻ മതിയായിരുന്നു. മീൻ സ്ക്വയർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു കൺസിഡറേഷൻ അവിടെയുണ്ട്. ഇനിയിപ്പോൾ ഇത് 2D വരികയാണെങ്കിൽ 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ z = f(x, y) ആണ്. അപ്പോൾ z ആണ് ഹൈറ്റ്. അപ്പോൾ നിങ്ങളിത് പ്ലോട്ട് ചെയ്യുമ്പോൾ നേരത്തെ കണ്ട കർവിൻ്റെ 2 ഡയമെൻഷനിലേക്ക് ഇതാണ് കണ്ട യുണീക്ക് ഗ്രേഡിയന്റ് ഡിസെൻഡ് എന്നുള്ള അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ മറ്റേ എന്താ പറയുക അതിൻ്റെ എറർ ഫംഗ്ഷൻ മിനിമൈസ് ചെയ്തിട്ടാണ് ഈ എന്താ പറയുക ബാക്ക് പ്രൊപ്പഗേഷൻ ഗ്രേഡിയന്റ് ഡിസെൻഡ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടാണ് കോൺവെക്സ് ഫംഗ്ഷൻസ് വിളിക്കുന്നത്. അതെ, കോൺവെക്സ് ഫംഗ്ഷന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ലീനിയർ അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ആണെങ്കിലേ കോൺവെക്സ് ആവുള്ളൂ. ക്യൂബിക്കും അതിന്റെ മുകളിലുള്ളത് ഒരിക്കലും കോൺവെക്സ് ആവില്ല.
മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഒപ്റ്റിമൈസേഷൻ നോക്കുകയാണെങ്കിൽ അറിയാം, ലീനിയർ പ്രോഗ്രാമിംഗ് വെൽ ഡിഫൈൻഡ് ആണ്. കോൺവെക്സ് ഫംഗ്ഷൻസിന്റെ ഒപ്റ്റിമൈസേഷൻ അതും വെൽ ഡിഫൈൻഡ് ആണ്, ക്വാഡ്രാറ്റിക് പ്രോഗ്രാമിംഗ്. പക്ഷേ ക്യൂബിക്കും ആൻഡ് അബവ് നിങ്ങൾ ഐട്രേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യണം. ഗ്രേഡിയന്റ്, ഹെസിയൻ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് നമ്മൾ എന്താന്ന് പഠിച്ചു, അപ്പോൾ പോളാർ കോർഡിനേറ്റ്സും പഠിച്ചു. അപ്പോൾ ഈ സെയിം ഐഡിയ തന്നെ നമ്മൾ ആൾറെഡി ഇതിനെക്കുറിച്ചൊരു സെഷൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, എക്സ് ആക്സിസിൽ റിയൽ വാല്യൂ, വൈ ആക്സിസിൽ ഇമാജിനറി വാല്യൂവും നമ്മൾ എന്താ പറയുക ഈ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അതിനെയാണ് ആർഗൻ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇതിന് കുറേ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. ഈ ഐ എന്നുള്ള ഇപ്പോൾ എ പ്ലസ് ബി ഐനെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഐ പ്ലസ് ബി എന്ന് പറഞ്ഞൊരു സാധനമായി മാറും. ബി അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90 ഡിഗ്രി വെച്ച് റൊട്ടേറ്റ് ചെയ്ത മാതിരി ഇരിക്കും. അപ്പോൾ ഇതാണ് ആർഗൻ ഡയഗ്രാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളാർ കോർഡിനേറ്റ്സിൽ മറ്റേ എന്താ പറയുക കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ നിങ്ങൾ എന്താ പറയുക എക്സും വൈയും ഇത് വൈ ആക്സിസിന് ഇമാജിനറി ആയിട്ടും എക്സ് ആക്സിസിന് റിയൽ ആയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക ആർഗൻ ഡയഗ്രാം ഇത് ചെയ്യാം. അപ്പോൾ ഒരു ഫേമസ് ഈക്വേഷൻ ഉണ്ട്, ഇ റേസ് ടു ഐ പൈ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇ റേസ് ടു ഐ പൈ ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണ്. അപ്പോൾ ഇ റേസ് ടു ഐ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് പൈ പ്ലസ് ഐ സൈൻ പൈ ആണ്. അപ്പോൾ പൈ എന്ന് പറഞ്ഞ സാധനം 2π റേഡിയനാണ് ഒരു സർക്കിളെങ്കിൽ അതിൻ്റെ ഹാഫാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈൻ കോസ് 180 -1 ആണ്. അപ്പം അതുകൊണ്ടാണ് ഇ റേസ് ടു ഐ പൈ മറ്റേ സൈൻ 180 0 ആണ്. അപ്പോൾ ഈ ഇ റേസ് ടു ഐ പൈ പ്ലസ് ഈക്വൽ ടു -1 ആവും. അങ്ങനെയാണ് ആ ബെസ്റ്റ് ഈക്വേഷൻ, എന്താണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഈക്വേഷൻ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആർഗൻ ഡയഗ്രാം അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു റീസൺ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഇവിടെ ഈ പി പോയിന്റ്സിനെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 4 + 3i എന്നുള്ള പോയിന്റിനെ ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4i + 3i സ്ക്വയർ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ -3 + 4i വരും. അപ്പോൾ അങ്ങനെയാണ് ഈ പറയുന്ന സാധനം. അപ്പോൾ നേരത്തെ ഇത് പറയുകയാണെങ്കിൽ a + bi ആണെങ്കിൽ ai + bi സ്ക്വയർ ആണ്. അപ്പോൾ -b + a ആയിരിക്കും. അത് ഇപ്പുറത്ത്, അതായത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിട്ട് ഈ പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇമാജിനറി ഇത് വെച്ചിട്ട് നമുക്ക് റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി ഇത് ചെയ്യാം. പ്രിമിറ്റീവ് റൂട്ട് ഓഫ് യൂണിറ്റി, അങ്ങനെ കുറേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ റൊട്ടേഷൻ ബൈ 90 ഡിഗ്രി മൾട്ടിപ്ലൈങ് വിത്ത് ഐ, അത് സക്സസീവ്ലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് ഇവിടെ വരും. അപ്പം അങ്ങനെ നമുക്ക് ഈ എന്താ പറയുക കോംപ്ലക്സ് നമ്പർ അങ്ങനെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ പൈതഗോറസ് തിയറം നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടതാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ a² + b² = c², ഇതാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് 3Dയിലോട്ടും ഇത് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പം ഇവിടെ പി ലൈൻ എന്താ പറയുക, ഇപ്പോൾ a² + b² ആണ് അതിൻ്റെ റൂട്ടാണ് ഈ ലൈൻ. അപ്പം പിന്നെ c². അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് a² + b² + c² റൂട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റേഡിയസ് കിട്ടും. അപ്പോൾ പൈതഗോറസ് തിയറം റിപ്പീറ്റഡ്ലി അപ്ലൈ ചെയ്യണ മാതിരിയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, 2 പോയിന്റ്സ് തമ്മിലാണ് ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഒറിജിൻ ആയിട്ടാണ് ഇത് ചെയ്യണത്. ഇപ്പോൾ 2 പോയിന്റ്സ് തമ്മിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ സെയിം ഫോർമുല തന്നെ x2 - x1² + y2 - y1. അതായത് ഫസ്റ്റ് പോയിന്റിൻ്റെ സെക്കൻഡ് പോയിന്റിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് പോയിന്റിൻ്റെ എക്സ് കുറച്ചിട്ട് സ്ക്വയർ, എല്ലാത്തിനെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, പൈതഗോറസ് തിയറം ഈസ് വെരി യൂസ്ഫുൾ. അത് നമുക്ക് എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ യൂസ്ഫുൾ ആണ്. പിന്നെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആണ്.
പിന്നെ എന്താ പറയുക, അത് 3D നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ 2 പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കാണാനും വളരെ യൂസ്ഫുൾ ആണ്. അപ്പം ഇനി അടുത്തൊരു ഓപ്പറേഷൻ ഇതായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഒരു ഇതാണ്. അപ്പോൾ ഈ എന്താ പറയുക, ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീനിയർ കോമ്പിനേഷൻ ആണെന്നാണ്. അപ്പോൾ ഈ ഓപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ I=1/n AI/BI എന്ന് പറഞ്ഞാൽ A1/B1 + A2/B2 + A3/B3 അങ്ങനെ പോവും. അതാണ് എന്താ പറയുക ഒരു ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ പറയുക, ഇത് ലെങ്ത് ഓഫ് എ എന്നാണ് അർത്ഥം. ഇപ്പോൾ C = A × cos A എന്നാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ A × B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് A × ലെങ്ത് ഓഫ് B cos θ ആണ്. അപ്പോൾ cos A ആണ്. cos A = A.B by ലെങ്ത് ഓഫ് A × ലെങ്ത് ഓഫ് B ആണ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിനെ ലെങ്ത് വെച്ച് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ cos A കിട്ടും. അപ്പോൾ A = arc cos A × B by norm of A norm of B. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്താ യൂണിറ്റ് വെക്ടർ ആക്കുന്നതാണ് ഈ കാണുന്നത്. അതായത് നമ്മൾ ഈ 2 സാധനം അടിയിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് യൂണിറ്റ് വെക്ടറായി. അപ്പം പിന്നെ ഇപ്പം അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റേനെ സ്കെയിൽഡ് ബൈ ദ ലെങ്ത് ഓഫ് ദി 2 വെക്ടേഴ്സ് നമ്മൾ കാണാം. അപ്പോൾ ആ ലെങ്ത് ഓഫ് ദി 2 വെക്ടേഴ്സ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അത് നോർമലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ കൊസൈൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് ഈ എന്താ പറയുക ഒരു ഈ AX/BX + AY/BY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഇപ്പോൾ വേണമെങ്കിൽ A1/B1 + A2/B2 എന്ന് ആക്കാം. അതാണ് ഇവിടെ നമ്മൾ കണ്ടത് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ. അപ്പോൾ A B ഇവിടെ ഉണ്ട്. അപ്പോൾ AXI + AYJ ആൻഡ് B ഇത് രണ്ടും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ AXI × BXI വരും. അപ്പോൾ I² 1 ആണ്. അപ്പോൾ AX BX I² എന്ന് പറഞ്ഞു വരും. അപ്പോൾ AX/BX വന്നു. പിന്നെ AXIനെ BY/J ആയിട്ട് വരുമ്പോൾ I × J ഡോട്ട് ഓർത്തോഗോണൽ ആയതുകൊണ്ട് 0 ആയിരിക്കും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ AX ആകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് BXIയിലോട്ട് മാത്രമായിരിക്കും. AY അതുമാതിരി BY/Jയിലോട്ട് മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. മറ്റോടത്ത് I × J 0 എന്നുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം അങ്ങനെയാണ് ഈ എയുടെ 2 വെക്ടർ. ഇതിപ്പോൾ 2D വെക്ടറാണ്. AX/BX + AY/BA ആണ് അതിൻ്റെ സ്കെയിലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എന്താ പറയുക ഡെപ്പിക്റ്റ് ചെയ്തേക്കണേ. അപ്പോൾ 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണാൻ. അപ്പോൾ വെക്ടർ എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ എന്ന് ഇവിടെ എടുത്താൽ മതി. 2, 6 -1, 5 തമ്മിലുള്ള അതായത് ഈ ആംഗിളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ U എന്നുള്ള അതായത് ഫസ്റ്റ് വെക്ടർ ഈ വെക്ടറാണ് 2, 6. ഇതാണ് രണ്ടാമത്തെ വെക്ടർ. അപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പോൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാതിരിയുള്ള ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ U × V ആണ്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 - 1 × എന്താ പറയുക ഇപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതായത് 2 - 1 × 6 × 5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 28 കിട്ടും. പിന്നെ നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യണത്, അതായത് ഇതിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ പൈതഗോറസ് തിയറം വെച്ചിട്ട് 2² + 6² √40 കിട്ടും. ഇനിയിപ്പോൾ വിയുടെ ലെങ്ത്, ഇപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും പൈതഗോറസ് തിയറം ആണ് വിളിക്കുന്നത്. അപ്പോൾ √26 കിട്ടും. അപ്പോൾ നമ്മൾ ആൾറെഡി U.V = ലെങ്ത് ഓഫ് U × ലെങ്ത് ഓഫ് V × cos θ നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് നോർമലൈസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 0.862. അത് cos θയുടെ വാല്യൂ ആണ്. അതായത് cos θ = 0.8682 ആണ്. അപ്പോൾ θ = arc cos 0.862 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ എടുത്താൽ പോരാ, അതിനെ 180/π വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 point something ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പണിയാണ്.
അത് റേഡിയലിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രിയിലോട്ടാക്കണം. മറ്റേ 30 ഡിഗ്രി കിട്ടും. അവരത് റാഡ് എന്ന് പറഞ്ഞ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ രണ്ട് വെക്ടേഴ്സിൻ്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ അതിൻ്റെ ലെങ്ത് എടുക്കും, യുടെ ലെങ്ത്തും ഇതും എടുക്കും. അത് പൈതഗോറസ് തിയറം വെച്ച് 2² + 6² സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. √40 ആണെന്ന് മനസ്സിലാവും. -1² എന്ന് പറയുമ്പോൾ 1 + 25, അപ്പോൾ 26ൻ്റെ റൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇത് ചെയ്തു. പിന്നെ ലീനിയർ കോമ്പിനേഷൻ വെച്ചിട്ട് മറ്റേ ഡോട്ട് പ്രൊഡക്റ്റ് കാണുക, അതിനെ നോർമലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് cos θ = ആ വാല്യൂ കിട്ടും. അപ്പോൾ തീറ്റ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആർക്ക് കോസ്, അതായത് കോസ് ഇൻവേഴ്സ് കാണാം. എന്നിട്ട് 180/π ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ഉണ്ട് ഈ ആംഗിൾ എന്ന് പറഞ്ഞു. ഇത് ഏത് രണ്ട് വെക്ടർ തമ്മിലും, പൊസിഷൻ വെക്ടർ തമ്മിൽ പ്രത്യേകിച്ച് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ A.B = ലെങ്ത് ഓഫ് A × ലെങ്ത് ഓഫ് B cos θ. അപ്പോൾ cos θ എന്ന് പറഞ്ഞാൽ എന്താണ്? A.B ഡോട്ട് പ്രൊഡക്റ്റ് ബൈ ലെങ്ത് ഓഫ് A ലെങ്ത് ഓഫ് B ആണ്. അപ്പോൾ ഈ എന്താ പറയുക, മറ്റേ ഈ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് കൊസൈനും ക്രോസ് പ്രൊഡക്റ്റ് വെച്ച് നമുക്ക് സൈനും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻ്റ് എന്താണെന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്കത് ഗ്ലോസ് ഓവർ ചെയ്യാം. അപ്പോൾ A × B യുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് A × മാഗ്നിറ്റ്യൂഡ് ഓഫ് B × sin θ ആണ്. അപ്പോൾ sin θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് പ്രൊഡക്റ്റിനെ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ sin θ കിട്ടും. അപ്പോൾ θ = sin ഇൻവേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യും രണ്ട് വെക്ടറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഇത് ഡിറ്റർമിനൻ്റ് ആണ്, ഡിറ്റർമിനൻ്റ് ഓപ്പറേഷനാണ്. ഇത് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ഫോമുലയാണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിനെ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ cos θയും ക്രോസ് പ്രൊഡക്റ്റിനെ നോർമലൈസ് ചെയ്ത് കഴിയുമ്പോൾ sin θയും കിട്ടും. അപ്പോൾ θ = ആർക്ക് കോസ് ഇതാന്ന് കിട്ടും. നമുക്ക് ഏത് രീതിയിലും അറിയാം, പക്ഷേ ക്രോസ് പ്രൊഡക്റ്റ് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ മിക്കവാറും ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ആൾക്കാർ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ഇത് നോക്കാം. 2 forces act at a point. അതായത് ന്യൂട്ടൺ 2, 1, 2 പിന്നെ F2 1, 3, 4ലേക്ക് എന്താ പറയുക, രണ്ട് ഫോഴ്സ് ഇത് എന്താ പറയുക, രണ്ട് പോയിന്റിലോട്ട് ഫോഴ്സ് ആക്ട് ചെയ്യണം. അപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് തന്നെ പൈതഗോറസ് തിയറം വെച്ചിട്ട് F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണും. പിന്നെ പൈതഗോറസ് തിയറം വെച്ചിട്ട് F2ൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണും. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് cos θ = 13/3 √26 എന്ന് കിട്ടി. അത് 0.85 കിട്ടും. അപ്പോൾ അത് cos θ = 0.85 ആണ്. അപ്പോൾ θ = r cos ഇത് കഴിഞ്ഞാൽ മറ്റേന്താ പറയുക, നിങ്ങൾക്ക് കൊസൈൻ കാണാം. ഇനിയിപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിനെ നോർമലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈനും കാൽക്കുലേറ്റ് ചെയ്യാം. A parallelogram has adjacent side 0, 420 എന്ന് പറഞ്ഞ സാധനം. B = 132 ആണ്, 132 ആണ് വെർട്ടിസസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ലെങ്ത് എടുക്കും. ഇത് 2D ആണ്, കാരണം ഇവിടെ 2D അല്ല 3D ആണ്. പക്ഷെ ഇവിടെ 0² വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 14 കിട്ടും. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോർമലൈസ് ചെയ്യുമ്പോൾ cos θ = 0.598. അപ്പോൾ θ = ആർക്ക് കോസ് 0.598 × 180/π കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി കിട്ടും. അതേമാതിരി തന്നെ ക്രോസ് പ്രൊഡക്റ്റ് സെയിം തന്നെ. അപ്പോൾ ഇത് ഒരു കമ്പ്യൂട്ടേഷണൽ ഇൻറ്റ്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഈ ക്രോസ് പ്രൊഡക്റ്റ് എന്നുള്ള സാധനം 3D മറ്റേ 3D വെക്ടേഴ്സിലെ ഡിഫൈൻ ചെയ്തിട്ടുള്ള. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് 2Dയിലും വർക്ക് ചെയ്യും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് കൊസൈൻ കാൽക്കുലേറ്റ് ചെയ്യാം, ക്രോസ് പ്രൊഡക്റ്റ് വെച്ചിട്ട് സൈൻ കാൽക്കുലേറ്റ് ചെയ്യാം. നോർമലൈസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമ്പ്യൂട്ടേഴ്സിൽ റേഡിയനിലായിരിക്കും. അപ്പോൾ അത് ഡിഗ്രിയിലേക്ക് ആക്കണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ കെയർ എടുക്കണം. ഇനി അപ്പോൾ നമുക്ക് ട്രയാങ്കിളിനെ കുറിച്ച് എഴുതി. അപ്പോൾ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും
ഈക്വൽ അല്ല എന്നാണ് അർത്ഥം. ഐസോസെലസ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ, 3 സൈഡ് ഈക്വൽ ആയി കഴിഞ്ഞാൽ മറ്റേ എന്താ പറയുക ഈക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. ഇപ്പോൾ സ്കെയിലിംഗ് ഇപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളും മറ്റേ ഇതിന് കുറേ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു പെർപെൻഡിക്കുലർ വെക്ടർ വരച്ചിട്ട് 90 ഡിഗ്രി രണ്ട് സൈഡിലും കിട്ടും. 180 ആണ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാം. പിന്നെ ഇരിക്കുന്നത് ഈ എന്താ പറയുക ആംഗിൾ ആണെങ്കിൽ ഒപ്റ്റ്യൂസ് ആംഗിൾ ഉണ്ട്, എന്ന് വെച്ചാൽ 90 ഡിഗ്രിക്ക് മുകളിലുള്ള ആംഗിളിനെയാണ് ഒപ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി താഴെയുള്ള ആംഗിളിനെയാണ് റൈറ്റ് ട്രയാംഗിൾ ഉണ്ട്. ഈക്വലേറ്റർ എന്ന് പറഞ്ഞാൽ 60-60 മൂന്നും ഈക്വൽ ആയിരിക്കും. ഇത് പ്ലെയിൻ ട്രിഗണോമെട്രിയിലാണ്, സ്പെറിക്കൽ ട്രിഗണോമെട്രിയിൽ അല്ലെങ്കിൽ അതർ ജോമെട്രിയിൽ ഇത് മാറും. ഇതാണ് ബേസിക് ഐഡിയ. അപ്പോൾ നമുക്ക് ഓരോ സ്ലൈഡായിട്ട് റീവിസിറ്റ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഈ ഏതാ? ഇല്ല എനിക്ക് കേൾക്കാം. ഈ ജോമെട്രിക് തിങ്കിങ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ശരി, ജോമെട്രിക് ഇൻട്യൂഷൻ. അതായത് കുറെ ജോമെട്രിക് ഫാക്ട്സ് അറിയണം. ഇപ്പൊ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ഉള്ളില് ഇപ്പൊ ഒരു ലൈനുമോ മൗസ് ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ ഒരു സർക്കിളുമൊക്കെ ഇപ്പൊ ഹിറ്റ് ടെസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കാം ഈ ഡോട്ട് പ്രൊഡക്റ്റ്. മനസ്സിലായോ? ഡിറ്റർമിനന്റ് അങ്ങനെ കുറെ സിമ്പിൾ മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ദ ഇൻഫർമേഷൻ വിച്ച് വി ഡിസ്കസ് ടുഡേ ഈസ് വെരി യൂസ്ഫുൾ. അല്ലെ, ഞാൻ ഈ സെഷനെ 3 ലെയർ ആയിട്ടാണ് കണ്ടത്. ഫസ്റ്റ് ഷേപ്സ്, പിന്നെ രണ്ടാമത്തത് ഫോർമൽ സിസ്റ്റം, പിന്നെ മൂന്നാമത്തത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടേഷണൽ മാത്തമാറ്റിക്സ്. അങ്ങനെ നമുക്ക് 3 ഫ്രെയിം ആയിട്ട് എടുക്കാൻ പറ്റുമോ? അതോ ഇത് 3 അതെടുക്കാം. ഇതിപ്പോ ഇത്രേ ഉള്ളൂ. അതായത് ഇപ്പൊ എന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇന്നലെ തോന്നിയ ഒരു ഐഡിയ ആണ്. അങ്ങനെയല്ല, ഇപ്പൊ കുറെ ജോമെട്രിക് ഷേപ്സ് ഉണ്ട് വേൾഡിൽ, ഫ്രാക്ടൽ ഡയമെൻഷനിലൊക്കെ. അപ്പോ നമുക്കൊരു സീരീസ് ഓഫ് സെഷൻസ് എടുക്കാന്നുള്ളതാണ്. ഇതിപ്പോ ഫ്രാക്ടൽസ് ഇതിൽ അധികം ഡിസ്കസ് ചെയ്തിട്ടില്ല. നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റില് കോംപ്ലക്സ് നമ്പറിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഫ്രാക്ടൽസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഫ്രാക്ഷണൽ ഡയമെൻഷന്റെ കുറെ പ്രോപ്പർട്ടീസും മറ്റേതൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്യാവോട്ടിക് ആയിട്ടുള്ള ഫിനോമിനാസ് ഒക്കെ കാണാനുള്ള കഴിവ് വയ്ക്കും. ഇവിടെ ഇപ്പൊ ജസ്റ്റ് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കോർഡിനേറ്റ് സിസ്റ്റം, എന്താണ് പോളാർ കോർഡിനേറ്റ്സ്, പിന്നെ 3D പൊതുവെ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ അവർ ഉപയോഗിക്കുന്ന 3 കോർഡിനേറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്? കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ, സ്പെറിക്കൽ. അപ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതായിരുന്നു അതിന്റെ. പിന്നെ എന്താ പറയാ, ട്രിഗണോമെട്രി ആയിട്ടൊരു പരിചയം. പിന്നെ എന്താ പറയാ, പൈതഗോറസ് തിയറം എക്സ്റ്റെൻസീവ്ലി ഉപയോഗിക്കേണ്ടത് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ മെഷീൻ ലേണിംഗ് ഒക്കെ വരുമ്പോൾ ഡിസ്റ്റൻസ് മെട്രിക്സ്. ഇതില് നമ്മൾ കുറെ സ്പേസ് ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെക്ടർ സ്പേസ് എന്താണ്, നമ്മൾ അതിനെക്കുറിച്ച് വരും ദിവസങ്ങളിൽ സംസാരിക്കും. പിന്നെ അഫൈൻ സ്പേസ് എന്താണ്, അവിടെയാണ് റൊട്ടേഷൻ, ട്രാൻസ്ലേഷൻ, സ്കെയിലൊക്കെ നടക്കുന്നത്. ഇനി അതിന്റെ മുകളിൽ യൂക്ലിഡിയൻ പ്ലെയിൻ ഉണ്ട്, ഹിൽബർട്ട് സ്പേസ് ഉണ്ട്, യൂക്ലിഡിയൻ സ്പേസ് ഉണ്ട്, ഹിൽബർട്ട് സ്പേസ് ഉണ്ട്. അപ്പോ ഒരു മാത്തമാറ്റിക്കൽ ലിറ്ററസിയിലോട്ടുള്ള ഒരു കാൽവപ്പാണ് ഇൻ എ ജനറൽ മാനർ. ഇപ്പൊ ഫോർമുല ഇപ്പൊ സിഗ്മ കണ്ടാലോ, ലീനിയർ കോമ്പിനേഷൻ കണ്ടാലോ, ഇനിയിപ്പോ ഈ മെഷീൻ ലേണിംഗിൽ എങ്ങനെയാണ് 10 ഡയമെൻഷനൽ എൻകോഡ് ചെയ്യണേ എന്നുള്ളത് ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് കണ്ടില്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ലാർജ് ഡയമെൻഷൻസ് ഒക്കെ ഇപ്പോൾ ഒലാപ്പ് ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസ്സിങ്ങിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ അതാണ് അതിന്റെ മെയിൻ. പറഞ്ഞോളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരാൾ ഈ സെഷൻ എടുക്കുമ്പോൾ 3 ഫ്രെയിം ആയിട്ട് കാണാം. ഒന്ന് ഷേപ്സ്, പിന്നെ ജോമെട്രിക് സിസ്റ്റം, അല്ലെങ്കിൽ പിന്നെ മാത്തമാറ്റിക്സ്. അങ്ങനെ അതുമല്ല പ്രൊസീജിയർ പറഞ്ഞത്, 3 ഒരുമിക്കാം എന്നാണ് പറയണല്ലേ? അല്ല, ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഒരു ഐഡിയ വന്നു. അപ്പോ കുറെ ഇപ്പൊ ടെസറാക്ട് എന്നുള്ള സോഫ്റ്റ്വെയർ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട്. അതെങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ കുറെ പേർക്ക് ഇപ്പൊ കോമൺ നോളജ് ആണെന്ന് തോന്നുന്നു. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് ഒരു 20 കൊല്ലം മുമ്പാ. ഒരു ഒലാപ്പ് സൊല്യൂഷൻസ് എന്നുള്ള ബുക്ക് ഉണ്ട്.
മൂവി റെഫറൻസ് ഉണ്ട് ടെസറാക്ടിന്, അതുകൊണ്ടാണ്. ഏത് മൂവിലാ? ഈ മാർവലിന്റെ മൂവിയിലുണ്ട് ടെസറാക്ട് എന്നുള്ളത്. ആ അല്ല, പിന്നെ ടെസറാക്ട് എന്ന് പറഞ്ഞാൽ മറ്റേ OCR സോഫ്റ്റ്വെയർ വന്നപ്പോഴാണ് അത് പോപ്പുലർ ആയ പേര്. ഞാൻ മൂവിക്ക് മുന്നേ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് ഫോർമലായിട്ട് ലേബിളായിട്ട് അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്തത് ഞാൻ മൂവിയിലൂടെയാണ്. അല്ല വിഷ്വലൈസ് അല്ല, അങ്ങനെ അല്ല ഞാനിപ്പോ കാണിച്ചില്ലേ ആ ഹയർ ഡയമെൻഷൻസ് ഇങ്ങനെ കാണാന്നുള്ളത്, അതും ടെസറാക്ടും ഒക്കെ സെയിം ബുക്ക് ചെയ്യുന്ന വന്നതാ, ഒലാബ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഡയമെൻഷണൽ മോഡലിംഗിൽ ഇപ്പൊ അതിലാണ് ആദ്യമായിട്ട് കാർട്ടീഷ്യൻ മെറ്റാഫോർ ഫോർ 3 ഡയമെൻഷന്റെ മുകളിലോട്ട് സ്കെയിൽ ആവില്ല. അതിനർത്ഥം മാത്തമാറ്റിക്സ് വർക്ക് ചെയ്യില്ല എന്നല്ല. ഇപ്പൊ പൈതഗോറസ് തിയറം 2D വർക്ക് ചെയ്യുന്നതിന് 3D വർക്ക് ചെയ്ത്, അത് n ഡയമെൻഷനിലും വർക്ക് ചെയ്യും. ലെങ്ത് അങ്ങനെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണേ. ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. പിന്നെ ഇന്നത്തെ സെഷൻ എനിക്കറിയില്ല, ഇപ്പൊ XR VR വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇതൊരു ഫൗണ്ടേഷണൽ സെഷൻ ആണ്, അല്ലെങ്കിൽ അതിലോട്ട് ഫൗണ്ടേഷൻ സെഷൻ ആണെന്ന് പറയാം. AR VR ഒന്നും ഇപ്പൊ ഈ ലെവലിലല്ല, ഓർഡറിംഗ് ലെവലിൽ ഇപ്പൊ അത് വർക്ക് ചെയ്യണേ. നിങ്ങൾക്ക് മനസ്സിലായ? ഇപ്പൊ ആരെങ്കിലും വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ഉപയോഗിച്ചിട്ട്. അതെ. ഇപ്പൊ നിങ്ങള് മറ്റേ ഒരു മൊബൈൽ ഗെയിമിംഗ് എഞ്ചിൻ ഉണ്ടല്ലോ, മറ്റേ .NET എഴുതിയേക്കണേ, ഏതായിരുന്നു അത്? യൂണിറ്റി. യൂണിറ്റി. അപ്പൊ യൂണിറ്റി C# സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. C# സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. സാറിന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അങ്ങനല്ല. അല്ല, യൂണിറ്റി ചെയ്യാൻ വേണ്ടി അധികം മാക്സ് എന്ന് പറയണ്ട, എൻജിൻ പ്രൊവൈഡ് ചെയ്യാണ്ടല്ലോ. ആ മോഡൽ ഉണ്ടാക്കിയിട്ട് എങ്ങനെ റെൻഡർ ചെയ്യണ്ട, അതൊന്നും മാത്സ് അറിയേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഇല്ലല്ലോ. അതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ 3D ആർട്ടിസ്റ്റുകള് അവര് മാത്സ് അറിഞ്ഞിട്ടാണോ വർക്ക് ചെയ്യണേ? എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടാ വർക്ക് ചെയ്യണെന്നാണ് വിചാരിച്ചത്. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ആ യൂണിറ്റിയുടെ എഞ്ചിൻ എഴുതിയ ആൾക്കറിയണം മാത്സ്. അതും ഡൗട്ടാണ്, കാരണം വെച്ചാൽ ഡയറക്ട് 3Dയുടെ കൂടെ കോംപ്ലക്സ് ആനിമേഷൻ ഒക്കെ സോഫ്റ്റ്വെയർ അബ്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അല്ലെ? എനിക്കറിയില്ല. അതെ. അല്ല, അനിമേഷൻ പാത്ത് കൊടുക്കാണല്ലോ, എന്നിട്ട് പാത്തിലൂടെ അവര് ഇന്റർപ്രേറ്റ് ചെയ്യണേ. ഓർഡറിംഗ് ടൂൾസ് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. ഇപ്പൊ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എഞ്ചിൻ എഴുതാൻ അറിയാവുന്നവനും എന്താണെന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇപ്പൊ ഒരു CAD എഞ്ചിനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, അങ്ങനെയുള്ളവർക്ക്. പക്ഷേ അത് ഇതല്ല ശരിക്കും പഠിക്കണ്ടേ. വെക്ടേഴ്സ്, ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ള ഇപ്പൊ ഡോട്ട് പ്രൊഡക്റ്റും മറ്റേ എന്താ പറയാ, ഇപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് അതിൻ്റെ യൂസ് ചെയ്യണ്ട. ഇപ്പൊ ക്യാമറയൊക്കെ ഇപ്പൊ വേൾഡ് കോർഡിനേറ്റ്സ് വ്യൂ കോർഡിനേറ്റ്സിലോട്ടാണ് അത് ഇതുണ്ട്. അതായത് ഒബ്ജക്ട് കോർഡിനേറ്റ്, വേൾഡ് കോർഡിനേറ്റ്, വ്യൂ കോർഡിനേറ്റ്സ്, പിന്നെ എന്താ പറയാ ഈ ഡിവൈസ് കോർഡിനേറ്റ്സ്, നോർമലൈസ് ഡിവൈസ് കോർഡിനേറ്റ്സ്, പിന്നെയാണ് സ്കെയിൽ ചെയ്യണേ. അപ്പോ ഈ 3D ആർട്ടിസ്റ്റ്, 3D ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് ഒക്കെ അത് ക്രിയേറ്റിവിറ്റി വെച്ചിട്ടാണോ അവര്? അതെ. അല്ലല്ല, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ ഹോളിവുഡിലൊക്കെ മറ്റേ റെൻഡർമാൻ റെൻഡറിംഗ് ലൈബ്രറി ഒക്കെ ഉണ്ട്. പണ്ട് അതിലൊന്നും അത്ര സോഫിസ്റ്റിക്കേറ്റഡ് നല്ല ഗ്രാഫിക്സ് അറിയാവുന്നവരാണ് ചെയ്തിരുന്നത്, പിക്സാറിന്റെ ഒക്കെ. പക്ഷേ ഓർഡറിംഗ് ടൂൾസ് സോഫിസ്റ്റിക്കേറ്റഡ് ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ ബ്ലെൻഡർ, മറ്റേ ഈ ടെക്സ്ചർ ചെയ്യുന്നത് മിക്കവാറും ഫോട്ടോഷോപ്പ് വെച്ചിട്ട് അതിന് ടെക്സ്ചേഴ്സ് ഉണ്ടാക്കുക. ഇനി ടെക്സ്ചറിങ് ചെയ്യുന്നത് മറ്റേ മായ അല്ലെങ്കിൽ ഇത് വെച്ചിട്ടായിരിക്കും. പിന്നെ റെൻഡർമാൻ കംപ്ലൈന്റ് റെൻഡറേഴ്സ് ഉണ്ട്, മെന്റൽ റേ അങ്ങനെയൊക്കെ പറഞ്ഞ്. അപ്പൊ അത് വെച്ചിട്ടാണ് അതൊരു ഇത് ചെയ്യണേ. അപ്പൊ അവിടെ അധികം ഇപ്പൊ പോക്കോ സ്ക്രിപ്റ്റ് എന്നൊക്കെ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, 3D മെൽ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞ. ഈ പ്രൊസീജറൽ അനിമേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അല്ലെങ്കിൽ അപ്പൊ പ്രൊസീജറൽ ടെക്സ്ചറിങ് അവർക്ക് അറിയണം കേട്ടോ മാക്സ്. അവർ സ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. റേ ട്രേസിംഗ് ഒക്കെ എൻജിൻസിന്റെ കൂടെയൊക്കെ ഉള്ളത്. 3D പൈപ്പ്ലൈൻ അവർക്ക് അറിയായിരിക്കും. ഞാനൊരു iOS മെറ്റൽ റെൻഡർ അല്ലെങ്കിൽ മെറ്റൽ ഓപ്പൺ GL ഇക്വലന്റ് അവർ തന്നിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ കുറച്ച് റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ 3D മോഡലൊക്കെ നോക്കിയപ്പോൾ ഈ പറഞ്ഞ വെർട്ടെക്സ് ഫംഗ്ഷൻ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതൊന്നും അറിയാണ്ട് ആ ലെവലിൽ പ്രോഗ്രാം എഴുതാൻ പറ്റൂല.
ഡിഫോൾട്ട് അതല്ല, അതിപ്പോ അവര് ഷെയ്ഡർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനമുണ്ട്. GLS ലാണ് ഓപ്പൺ ജിഎലിന്റെ. മറ്റേ ഇപ്പൊ ഓപ്പൺ ജിഎൽ ഇല്ല, വൾക്കൻ അങ്ങനെ എന്നൊരു സാധനമാണ്. പിന്നെ വെർട്ടെക്സ് ഷെയ്ഡർ, പിക്സൽ ഷെയ്ഡർ, ജോമെട്രി ഷെയ്ഡർ, ടെസലേഷൻ ഷെയ്ഡർ എന്ന് പറഞ്ഞ പല ഷെയ്ഡേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കറിയണം. അപ്പൊ നമ്മളത് കൺസ്യൂം ചെയ്യുന്ന ആള് അറിയേണ്ട ആവശ്യം വരില്ല. ആ മെറ്റല് ഉണ്ടാക്കുന്ന ആൾക്ക് അറിയേണ്ടി വരുമായിരിക്കും. അതിപ്പോ ഈ ഓപ്പൺ ജിഎൽ ESന്റെ മുകളിലാണ് ഏതോ ഇപ്പൊ ലൈബ്രറി വർക്ക് ചെയ്യണേ ആപ്പിളിന്റെ iOSല് 2D പോലും. അപ്പൊ ഒരു ഇൻറ്റ്യൂട്ടീവ് സെൻസ് വേണം. ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ, ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് മെയിൻ ആയിട്ട് എൻ്റെ ആ ഒരു തിങ്കിങ് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോ അതായത് ഞാനൊരിടക്ക് എങ്ങനെയാണ് ഫ്ലട്ടർ വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കുറച്ച് റിസർച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഇത് എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി. ഇപ്പൊ ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഒന്നുകൂടി നോക്കാൻ പറ്റും. അങ്ങനെയല്ല, ഇപ്പൊ ഫ്ലട്ടറിന്റെ റെൻഡറിങ് എഞ്ചിൻ ഉണ്ടല്ലോ, സ്കിയയോ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ, ഇംപെല്ലർ. അവര് 2D റാസ്റ്ററൈസർ ഒക്കെ എഴുതിയിട്ടുണ്ടാവും. മനസ്സിലായോ? അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പൊ ഫ്ലട്ടറിന്റെ 2D പ്രിമിറ്റീവ്സ് ഒക്കെ റെൻഡർ ചെയ്യണവൻ മാക്സ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. കാരണം കറന്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിസസ് എന്താണ്, എങ്ങനെയാണ് പിവോട്ട് പോയിന്റ് റൊട്ടേഷൻ ചെയ്യേണ്ടത്, അഫൈൻ ട്രാൻസ്ഫോർമേഷൻ ലൈബ്രറി ഒക്കെ ഉണ്ടാവില്ലേ, അവർക്ക് മാക്സ് അറിയായിരിക്കും. ഫ്ലട്ടർ ഉപയോഗിക്കേണ്ട ആൾക്ക് അറിയേണ്ട കാര്യമല്ലോ. അങ്ങനെയല്ല, ഗ്രാഫിക്കൽ ആപ്ലിക്കേഷൻ എന്തെങ്കിലും വേണം. ക്യാൻവാസ് 2D ലെവലിലോ ഓപ്പൺ ജിഎൽ ESO ഇനി അല്ലെങ്കിൽ സ്കിയയുടെ സർഫസിൽ നമ്മൾ റെൻഡർ ചെയ്യണമെങ്കിൽ അത് വേണം. ഇത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പോയിന്റ് ഓഫ് വ്യൂലല്ല. നമ്മളിപ്പോ ഇപ്പൊ എന്താണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, പോളാർ കോർഡിനേറ്റ്സ് എന്താണ്, എങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത് ചെയ്യുക. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ സ്പെറിക്കൽ ഉണ്ട്. അതെങ്ങനെ കാർട്ടീഷ്യനിലോട്ട് മാറ്റാം, കാർട്ടീഷ്യനിൽ കിട്ടിയ സാധനം എങ്ങനെ സ്പെറിക്കൽ അല്ലെങ്കിൽ സിലിണ്ടറിക്കലോട്ട് മാറ്റാം. ബുക്സ് ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ എന്താ പറയാ, ഈ സ്പെറിക്കൽ കോർഡിനേറ്റ്സിൽ കാര്യങ്ങളൊക്കെ മോഡൽ ചെയ്യുന്ന. ഫിസിക്സിൽ വരുന്നുണ്ടെന്ന് തോന്നണല്ലേ? ഫിസിക്സ് അല്ല, ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഫിസിക്സിൽ ഇപ്പൊ വെക്ടർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഫിസിക്സ് വെക്ടർ യൂസ് ചെയ്യണ്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടറിൽ തന്നെ ഗ്രേഡിയന്റ്, ഡൈവർജൻസ്, കേള്, സ്റ്റോക്സ് തിയറം, ഗ്രീൻസ് തിയറം എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. അതിതിലും അപ്പുറത്തേക്കാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ചിട്ട് ആൾക്കാർ പലതും ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യൽ ജോമെട്രി, പിന്നെ ടെൻസർ, അങ്ങനെ 100 കൂട്ടം ടോപ്പിക് ഉണ്ട്. നമ്മൾ അതിലോട്ടൊന്നും ഇത് കവർ ചെയ്യുന്നില്ല. ഇതിപ്പോ ജസ്റ്റ് എന്താ പറയാ, എങ്ങനെയാണ് ഡയമെൻഷനെ കുറിച്ച് റീസൺ ചെയ്യേണ്ടത്, കാർട്ടീഷ്യൻ മെറ്റഫോർ എന്താണ്, അത് എന്തുകൊണ്ട് 3 ഡയമെൻഷന് മുകളിൽ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം. പിന്നെ പ്ലാറ്റോണിക് സോളിഡ്സ് എന്താണ്, അതിൽ വെർട്ടിസസ്, ഫേസസ്, എഡ്ജസ് വെച്ചിട്ട് അതിന്റെ പ്രോപ്പർട്ടി എന്താണ്. നേരത്തെ പറഞ്ഞാൽ 3 ഡയമെൻഷന് മുകളിൽ വർക്ക് ചെയ്യാത്തത് എന്നാണ് കാർട്ടീഷ്യൻ പ്രൊഡക്ട്സ്. എന്ത് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല, കാർട്ടീഷ്യൻ മെറ്റഫോർ. അതായത് നിങ്ങള് പെട്ടെന്ന് ഡയമെൻഷൻ കേൾക്കുമ്പോൾ എന്താണ്, 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ലൈനാണ്, 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ആണ്, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. 4th പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 4th, 5th, 10th ഉണ്ട്. മാത്തമാറ്റിക്സ് കൺസിസ്റ്റന്റ് ആണ്. 2Dയുടെ മാത്തമാറ്റിക്സ് 3Dയിലോട്ടും അതെല്ലാം വർക്ക് ചെയ്യും. നിങ്ങളുടെ വിഷ്വൽ കോർട്ടക്സ് സിസ്റ്റത്തിന്റെ ലിമിറ്റ് മൂലം നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല എന്നുള്ളൂ. 10500 എലമെന്റ് ഉള്ള വെക്ടറൊക്കെയാണ് മറ്റേ അറ്റൻഷൻ ഹെഡ്സിനൊക്കെ ഇവർ ഉപയോഗിക്കണേ, മെഷീൻ ലേണിംഗ് അൽഗോറിതംസ്. മനസ്സിലായോ?
അപ്പൊ നമ്മള് സ്പേസിനെ കുറിച്ച് റീസൺ ചെയ്യുമ്പോ അങ്ങനെ ഒരു പരിധി വെക്കേണ്ട കാര്യമില്ല, മനസ്സിലായോ? അത് ടോപ്പോളജി ലെവലിലൊക്കെ അത് കറക്റ്റ് ആയിട്ട് അവർ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂളായിട്ട് റീസൺ ചെയ്യാം. ഈ സ്ലൈഡ് ഇത് തന്നെ, ഇത് ഷേപ്പ് തന്നെ. ഇതിപ്പോ ഏതൊക്കെയാണ് മറ്റേ ഇവരുടെ, അതായത് എന്താ പറയാ, പ്ലാറ്റോണിക് സോളിഡ്സ് ഏതൊക്കെയാണ്? ഈ സ്ലൈഡിൽ ഡൗട്ട് ഒന്നും ഇല്ല അല്ലേ? ഇല്ല. ഇത് മറ്റേ യൂണിറ്റ് സർക്കിളിന്റെ എക്സ്റ്റൻഷൻ ആണല്ലേ? യൂണിറ്റ് സർക്കിൾ അങ്ങനെയല്ലേ, നമ്മൾ റേഡിയസ് വരയ്ക്കുമ്പോ ഒരു യൂണിറ്റ് സർക്കിളില് ഇൻസ്ക്രൈബ് ചെയ്ത മാതിരി വരച്ചാൽ മതി ഈ സാധനം. അതായത് ബേസിക് ഐഡിയ ഇതാണ്. മറ്റേ പോളാർ കോർഡിനേറ്റ്സിന്റെ ബേസിസ് യൂണിറ്റ് സർക്കിൾ അല്ലേ? അല്ലേ? ഓ, ഇങ്ങനെയാണ് അതിരിക്കുന്നത്. അത് ഏത് ക്വാഡ്രന്റിലും വർക്ക് ചെയ്യും ഈ ഫോർമുല. അതാണ് അതിന്റെ പിന്നെ ഈ മാത്തമാറ്റിക്സ് ലോക്കസ് എന്ന് പറഞ്ഞിട്ട് അത് 2D വന്ന കൺസെപ്റ്റ് ആണോ? അതോ ലോക്കി അങ്ങനെ കുറെ ഫിഗേഴ്സ് ഉണ്ട്. അത് 3D വരുന്നുണ്ടോ? ആ 3D ഉണ്ട്. എലിപ്സോയിഡ് അങ്ങനെയുള്ള സാധനമുണ്ട്. ഹൈപ്പർബ്ലോയിഡ് 1 ഷീറ്റ് 2 ഷീറ്റ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഇതാണ് അതിന്റെ. ഇത് ഈച്ചയുടെ കാര്യം ആലോചിച്ചാൽ മതി. ശരിക്കും പറഞ്ഞാൽ 2Dയുടെ കൂടെ ഒരു എക്സ്ട്രാ ഡയമെൻഷൻ ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഫോർമുലാസ് ആണ് ഇതെല്ലാം, മനസ്സിലായോ? അപ്പൊ യൂണിറ്റ് മിനിമ ഉള്ളതിന്റെ അല്ലെങ്കിൽ മാക്സിമം വേണ്ടതിന്റെ ആവശ്യം എന്താണ്? പൈതഗോറസ് തിയറം, 2 പോയിന്റ്സ് തമ്മില് ഇതൊക്കെയാണ് കാര്യം. ഇതിന് ഡൗട്ട് ഉണ്ടോ വേറെ ആർക്കെങ്കിലും? മൈൻഡ് ചെയ്യാം. അപ്പോ നമ്മുടെ ഇന്നത്തെ ചർച്ച ജോമെട്രിക് ഇൻറ്റ്യൂഷൻസ് ആയിരുന്നു. സോ എന്താ പറയാ, വി സ്റ്റാർട്ടഡ് വിത്ത് എന്താ മറ്റേ ഡയമെൻഷൻസ് എന്താണ്. ഇപ്പൊ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കാർട്ടീഷ്യൻ മെറ്റഫോർ ആയിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. You can have n dimensions. Whatever math you do in 1, 2 and 3 will actually the scale to any dimension. Cartesian metaphor വെച്ചിട്ട് നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. ഇപ്പോൾ സ്ക്വയർ അല്ലെങ്കിൽ റോംബസ് എന്താണ്, മറ്റേ ക്യൂബോയിഡ് ക്യൂബ്, ഇത് ക്യൂബാണ്. പിന്നെ ടെസറാക്ട് എന്താണെന്നുള്ളത് നേരത്തെ സാധനം കുറച്ചുകൂടി എന്താ പറയുക ഷേപ്പായിട്ട് വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്. ഇത് 4D അല്ല, 3D പ്രൊജക്ഷൻ ഓഫ് ടെസറാക്ട് ആണ്, 4 ഡയമെൻഷൻ ആണ്. പിന്നെ പ്ലാറ്റോണിക് സോളിഡ്സ് 5 പഠിച്ചു, അവരുടെ പ്രോപ്പർട്ടി
അതായത് വെർട്ടിസസ് മൈനസ് ഇ പ്ലസ് എഫ് ഇസിക്കൽ ടു 2 ഐലസ് ഇത്. പിന്നെ എന്താ പറയുക, കാർട്ടീഷ്യൻ ആൻഡ് പോളാർ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ എങ്ങനെയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസിക്കൽ ടു ആർ സ്ക്വയർ എങ്ങനെയാണെന്നുള്ളതുണ്ട്. പിന്നെ ടാൻജൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ട്രിഗണോമെട്രി നന്നായി അറിഞ്ഞാലേ നമുക്ക് ഈ കൺവേർഷൻ അങ്ങോട്ട് ഇത് ചെയ്യുള്ളൂ. ഇപ്പോൾ ട്രിഗണോമെട്രിയുടെ സൈൻ ഓർത്തിരിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. 4 ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്. പിന്നെ സൈനും അതിൻ്റെ ഇൻവേഴ്സ് പോസിറ്റീവാണ്. പിന്നെ തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും അതിൻ്റെ ഇൻവേഴ്സ് കോട്ടാൻജൻറ്റ് പോസിബിളാണ്. കൊസൈനും സീക്കും പോസിറ്റീവാണ്. ഇതാണ്. പിന്നെ ഈ ഒരു ഈച്ചയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തപ്പോൾ റെനെ ഡെക്കാർട്ട് ഇത് കണ്ടുപിടിച്ചു. പിന്നെ സ്പെറിക്കൽ കോർഡിനേറ്റ്സ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ സാഡിൽ പോയിന്റ് മാക്സിമ മിനിമ എന്തുകൊണ്ട് ട്വൈസ് ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, എന്തുകൊണ്ട് മെഷീൻ ലേണിങ്ങിലൊക്കെ ക്വാഡ്രാറ്റിക് എറർ ഫംഗ്ഷൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അതായത് യുണീക്ക് മിനിമ ഉണ്ടാവും. ഇപ്പോൾ z = f(x, y) അപ്പോൾ ആ ഫംഗ്ഷൻ്റെ ഇതാണ്. ഇനി അതിൻ്റെ മുകളിലുള്ള നമുക്ക് വരയ്ക്കാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ ദ മാത്ത് വർക്ക്സ്. ആർഗൺ ഡയഗ്രാം എന്താണെന്ന് നോക്കി, ഹൗ ക്വാട്ടർനിയോൺ ഡെപിക്സ് റൊട്ടേഷൻ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. പൈതഗോറസ് തിയറം 3D എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, എങ്ങനെ 2 പോയിന്റ്സ് എങ്ങനെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഡോട്ട് പ്രൊഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ 2 വെക്ടേഴ്സിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ ഫോർമുലയെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് 2 വേർഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ട്രയാങ്കിൾസ് എങ്ങനെ, അതായത് സ്കെയിലിംഗ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡും വേറെ വേറെ മെഷർമെൻ്റ് ആയിരിക്കും. ഐസോസെലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഈക്വലേറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡും ഇതായിരിക്കും. അത് ബൈ സൈഡ് ആണ്. ബൈ ആംഗിൾ ആണെങ്കിൽ ഒപ്റ്റ്യൂസ്, സർക്യൂട്ട്, റൈറ്റ്, ഈക്വലേറ്റർ, ട്രയാങ്കിൾ. അപ്പോൾ ഇനി ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ക്വാഡ്രിലാറ്ററൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, കുറേ ജോമെട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. ദാറ്റ് വി വിൽ ആക്ച്വലി ലുക്ക് സം അതർ ടൈം. So I hope this was useful. നന്ദി, നമസ്കാരം.